സർ, സംസ്ഥാനത്ത് ഡെങ്കിപ്പനി, നിപ, ഷിഗല്ല, എലിപ്പനി, മലേറിയ, അമീബിക് മസ്തിഷ്ക ജ്വരം തുടങ്ങിയ പകർച്ചവ്യാധികൾ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് ആരോഗ്യവകുപ്പ് പുതിയ ദിശാബോധവും ശക്തമായ ഏകോപന സംവിധാനവും ഒരുക്കിയിരിക്കുകയാണ്. രോഗം വന്നതിന് ശേഷം ചികിത്സിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി രോഗം വരാതിരിക്കാനുള്ള മുൻകരുതലുകൾ ശക്തിപ്പെടുത്തുക എന്നതാണ് സർക്കാരിൻ്റെ പ്രധാന സമീപനം. ഇതിനായി ആരോഗ്യവകുപ്പ്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യസുരക്ഷാ വകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, ജലവിഭവ വകുപ്പ്, വിദ്യാഭ്യാസ വകുപ്പ് എന്നിവയുടെ സംയോജിത പ്രവർത്തനങ്ങൾ ഉറപ്പാക്കിയിരിക്കുകയാണ്. പകർച്ചവ്യാധി നിയന്ത്രണത്തിൻ്റെ ഭാഗമായി രോഗനിരീക്ഷണ സംവിധാനം കൂടുതൽ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. നിപ പോലുള്ള ഗുരുതരമായ രോഗങ്ങളുടെ സാഹചര്യത്തിൽ രോഗിയുടെ സമ്പർക്ക പട്ടിക തയ്യാറാക്കി ഉയർന്ന അപകട സാധ്യതയുള്ളവരെ പ്രത്യേകം നിരീക്ഷിക്കുകയും രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരുടെ സാമ്പിളുകൾ പരിശോധനയ്ക്ക് വിധേയമാക്കുകയും ചെയ്യുന്നു. ജില്ലാ കൺട്രോൾ റൂമുകൾ മുഖേന പ്രതിദിന നിരീക്ഷണവും മാനസിക ആരോഗ്യ പിന്തുണയും ഉറപ്പാക്കുന്നു. രോഗവ്യാപനം ഉണ്ടാവാതിരിക്കാൻ ആശുപത്രി തലത്തിലും സമൂഹതലത്തിലും ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഡെങ്കിപ്പനി നിയന്ത്രണത്തിൻ്റെ പ്രധാന ഘടകമായി ഉറവിട നശീകരണ പ്രവർത്തനങ്ങൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ഇതിനായി സംസ്ഥാന തലത്തിൽ ഡ്രൈ ഡേ ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ വെള്ളിയാഴ്ചകളിലും വിദ്യാലയങ്ങളിലും, ശനിയാഴ്ച സർക്കാർ ഓഫീസുകളിലും, ഞായറാഴ്ച വീടുകളിലും ഡ്രൈ ഡേ ആചരിക്കുന്നതിനുള്ള കലണ്ടർ പുറത്തിറക്കിയിട്ടുണ്ട്. പൂച്ചട്ടികൾ, ഫ്രിഡ്ജിലെ ട്രേകൾ, ചിരട്ടകൾ, ഉപേക്ഷിക്കപ്പെട്ട പാത്രങ്ങൾ തുടങ്ങിയവയിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് ഒഴിവാക്കി കൊതുകുകളുടെ പ്രജനന കേന്ദ്രങ്ങൾ ഇല്ലാതാക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ആരോഗ്യ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വീടുകൾ സന്ദർശിച്ച് ബോധവൽക്കരണ പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നു. ജലജന്യ രോഗങ്ങൾ തടയുന്നതിനായി കുടിവെള്ളത്തിൻ്റെയും ഭക്ഷ്യസുരക്ഷയുടെയും പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ട് സാർ. സ്കൂളുകളിലെ ഉച്ചഭക്ഷണ കേന്ദ്രങ്ങൾ, കുടിവെള്ള സ്രോതസ്സുകൾ, ഹോട്ടലുകൾ, തട്ടുകടകൾ, കുപ്പിവെള്ള നിർമ്മാണ കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ പരിശോധന ശക്തമാക്കിയിട്ടുണ്ട്. സുരക്ഷിതമല്ലാത്ത ഭക്ഷണവും മലിനജലവും മൂലമുണ്ടാകുന്ന രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പും ആരോഗ്യവകുപ്പും സംയുക്തമായി പരിശോധനകൾ നടത്തുന്നുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധം കൂടുതൽ ശാസ്ത്രീയവും ദീർഘകാലാടിസ്ഥാനത്തിലുള്ളതുമാക്കുന്നതിനായി സർക്കാർ സ്വകാര്യ മേഖലയിലെ വിദഗ്ധരെ ഉൾപ്പെടുത്തി ഉന്നതാധികാര സമിതി രൂപീകരിച്ചിട്ടുണ്ട്. രോഗവ്യാപനത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ പഠിക്കുക, പ്രതിരോധ പ്രവർത്തനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾ നൽകുക, ഓരോ രോഗത്തിൻ്റെയും കാലാവസ്ഥാപരമായ പ്രവണതകൾ ഉൾപ്പെടുത്തി എപ്പിഡമിക് കലണ്ടർ തയ്യാറാക്കുക തുടങ്ങിയവയാണ് സമിതിയുടെ പ്രധാന ചുമതലകൾ. സംസ്ഥാന ജില്ലാതലങ്ങളിൽ ഔട്ട്ബ്രേക്ക് മോണിറ്ററിംഗ് യൂണിറ്റുകളും ആക്ഷൻ കമ്മിറ്റികളും രൂപീകരിച്ച് രോഗനിരീക്ഷണവും പ്രതികരണ സംവിധാനവും കൂടുതൽ ശക്തിപ്പെടുത്തും. രോഗപ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൊതുജന പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും ആരോഗ്യ അവബോധം വർദ്ധിപ്പിക്കുന്നതിനുമായി വ്യാപകമായ ബോധവൽക്കരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നു. പനി, ചുമ, ജലദോഷം തുടങ്ങിയ ലക്ഷണങ്ങളുള്ളവർ പൊതുസ്ഥലങ്ങളിൽ മാസ്ക് ധരിക്കുക, അസുഖങ്ങളുള്ള കുട്ടികളെ വിദ്യാലയങ്ങളിലേക്ക് അയക്കാതിരിക്കുക, വ്യക്തിശുചിത്വം പാലിക്കുക, പരിസര ശുചീകരണത്തിൽ പങ്കാളികളാകുക തുടങ്ങിയ സന്ദേശങ്ങൾ പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട് സാർ. രോഗങ്ങൾ മറച്ചുവെച്ച് എല്ലാം ശരിയാണെന്ന് പറയുന്നതല്ല സാർ ഈ സർക്കാരിൻ്റെ സമീപനം. രോഗവിവരങ്ങൾ മറച്ചുവെക്കാതെ പരസ്യമായും ശാസ്ത്രീയമായും ജനങ്ങളുമായി പങ്കുവയ്ക്കുക എന്ന സമീപനമാണ് സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനോടൊപ്പം തന്നെ ആരോഗ്യമേഖലയെ സമഗ്രമായി നവീകരിക്കുന്നതിന് കായകൽപ്പം എന്ന സംസ്ഥാനതല ജനസമ്പർക്ക പരിഷ്കരണ പരിപാടിക്കും തുടക്കം കുറിച്ചിട്ടുണ്ട്. ആരോഗ്യ സ്ഥാപനങ്ങൾ നേരിടുന്ന അടിസ്ഥാന സൗകര്യ പ്രശ്നങ്ങൾ, ജീവനക്കാരുടെ കുറവ്, ചികിത്സാ ഉപകരണങ്ങളുടെ അഭാവം, സേവന നിലവാരവുമായി ബന്ധപ്പെട്ട വെല്ലുവിളികൾ എന്നിവ നേരിട്ട് മനസ്സിലാക്കി പരിഹരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. ആരോഗ്യമന്ത്രി തന്നെ നേരിട്ട് ജനങ്ങളുമായും ജനപ്രതിനിധികളുമായും ആരോഗ്യ പ്രവർത്തകരുമായും കൂടിക്കാഴ്ച നടത്തി പരാതികളും നിർദ്ദേശങ്ങളും സ്വീകരിക്കുന്നുണ്ട്. അതിൻ്റെ ആദ്യതല ഉദ്ഘാടനം കോഴിക്കോട് നിർവഹിച്ചു കഴിഞ്ഞു. കായകൽപ്പം പരിപാടിയുടെ ഭാഗമായി സർക്കാർ ആശുപത്രികളുടെയും
കെട്ടിടങ്ങളുടെയും സുരക്ഷിതത്വവും പ്രവർത്തനക്ഷമതയും വിലയിരുത്തുന്നു. അപകടാവസ്ഥയിലെ കെട്ടിടങ്ങൾ കണ്ടെത്തി പരിഹാരം കാണുന്നതിനും അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുൻഗണന നൽകിയുമുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആശുപത്രികളിൽ രോഗികളെ നിലത്ത് കിടത്തേണ്ട സാഹചര്യം ഒഴിവാക്കുക, ആവശ്യമായ കിടക്കകളും ചികിത്സാ സൗകര്യങ്ങൾ ഉറപ്പാക്കുക, ഉപകരണങ്ങളുടെ ലഭ്യത മെച്ചപ്പെടുത്തുക എന്നിവയും പ്രധാന ലക്ഷ്യങ്ങളാണ്. സർ, ഇതിനു പുറമെ ആരോഗ്യ സ്ഥാപനങ്ങളിലെ ഡോക്ടർമാർ, സ്പെഷ്യലിസ്റ്റുകൾ, നഴ്സുമാർ, സാങ്കേതിക ജീവനക്കാർ എന്നിവരുടെ ഒഴിവുകൾ കണ്ടെത്തി നികത്തുന്നതിനുള്ള അതും ഈ കായകൽപ്പത്തിൻ്റെ ഭാഗമാണ്. ജില്ലാതലത്തിലും നിയോജകമണ്ഡല തലത്തിലും സേവന വിടവുകൾ കണ്ടെത്തി ആവശ്യമായി പുതിയ തസ്തികകൾ സൃഷ്ടിക്കുന്നതിനും നിയമനങ്ങൾ നടത്തുന്നതിനും പദ്ധതി തയ്യാറാക്കുന്നു. പ്രത്യേകിച്ച് വിദഗ്ധ ഡോക്ടർമാരുടെ അഭാവം പരിഹരിക്കുന്നതിന് മുൻഗണന നൽകുന്നു. സർ, മരുന്നുകളുടെയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെയും ലഭ്യത ഉറപ്പാക്കുന്നതിനായി നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധികൾ പരിഹരിച്ച് വിതരണ ശൃംഖല ശക്തിപ്പെടുത്താനുള്ള നടപടികളും സ്വീകരിക്കുന്നുണ്ട്. സർ, പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾ മുതൽ ജില്ലാ ആശുപത്രികൾ വരെയുള്ള സ്ഥാപനങ്ങളുടെ പ്രവർത്തനക്ഷമത വർദ്ധിപ്പിച്ച് മെഡിക്കൽ കോളേജുകളിലെ അമിതഭാരം കുറയ്ക്കുന്നതിനുള്ള സമഗ്ര സമീപനമാണ് സർക്കാർ സ്വീകരിച്ചത്. എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വളരെ മുൻകരുതൽ സർക്കാർ സ്വീകരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഭയപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. സാർ,